കോൺഗ്രസിനോടുള്ള കുത്തിത്തിരിപ്പ് ചോദ്യം അത് അങ്ങോട്ട് ചോദിക്കാറില്ലല്ലോ. പിണറായി വിജയനോട് ചേട്ടൻ ചോദിക്കാറില്ലല്ലോ ഇങ്ങനത്തെ ഒരു. പിന്നെ ചോദിക്കാനേ പിന്നെ എന്തോ ഒരു പോരോ എന്തോ. അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. എല്ലാവരും വിശ്വസിച്ചല്ലോ. ഇനി കുറച്ച് കനത്തിൽ ഒരു മറുപടി പറഞ്ഞാട്ടെ. മുഖ്യമന്ത്രിയാണ് സംവാദം ആവാന്ന് പറഞ്ഞത്. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് സമയത്തും പോവാന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ മറുപടിയും വന്നു. ഇതൊക്കെ കേരളത്തിൽ മാത്രം, വെറും കേരളത്തിൽ മാത്രം. അതിർത്തി കടന്നാൽ പിന്നെ മാമനും മച്ചന്തിയുമാണ്. ഇന്ത്യ സഖ്യം എന്നല്ല ഞങ്ങൾ പറയുന്നത്, ഇന്ത്യ ബ്ലോക്ക് എന്നാണ്. അപ്പൊ ആ ഇന്ത്യ ബ്ലോക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ തലത്തിലാണ് പ്രവർത്തിക്കുക. ശരിക്കും ഡീൽ അവർ തമ്മിലാണ്. കാരണം കേരളത്തിൽ അവർ വേറെയും, സംസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ അവർ മാമനും മച്ചമ്പിയും എന്നുള്ള രീതിയിൽ തോളിക്കായിട്ട് നടക്കുന്ന ടീമുകളാണ്. എന്തൊരൈക്യം! ആരും കൊതിച്ചു പോകും. കൈപ്പത്തിക്കുള്ളിലാണ് അരിവാൾ ചുറ്റിക. നക്ഷത്രമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ തള്ളിക്കൊണ്ട് വരും. അതിപ്പോ ബീഹാറിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ നമ്മൾ ഒറ്റ കെട്ട്. അപ്പൊ ചോദിക്കും, കേരളത്തിലോ എന്ന്. ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ സാഹചര്യം കൊണ്ട് അവിടെ ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാലും അത് മുതലെടുത്ത് നേട്ടമുണ്ടാക്കാൻ BJP അനുവദിക്കാത്ത വിധത്തിൽ വേണം ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ. അപ്പോ അണ്ണൻ തന്നെ സമ്മതിച്ചേ, ഇവിടെയും ഇന്ത്യയും BJPയും തമ്മിലാണ് പോരാട്ടം. കോൺഗ്രസ് ഇല്ല, ഇടതുപക്ഷമില്ല. BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ മുന്നണികൾ തമ്മിൽ ധാരണയാകാമെന്ന്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന സംസ്ഥാനത്ത് BJPയെ തടയാൻ ഈ തന്ത്രമാണല്ലോ ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ തന്ത്രം അനിവാര്യമാണ് പോലും. MA ബേബിയുടെ ബുദ്ധി വിമാനം തന്നെ. ഞാൻ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലുണ്ട്. UDFനെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. ബേബിയുടെ വാക്കുകളെ വെറും വാക്കുകളായി കണ്ടാൽ പോരാ കേട്ടോ, ചിലതുണ്ട് കാര്യം. ദേ പാലക്കാടേക്ക് നോക്കൂ. കേരളത്തിലെ കോൺഗ്രസ് CPM ഡീലിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി NMR റസാക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. അമ്പടാ, പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ NMR റസാക്കില്ലയോ, റസാക്ക് പ്രതികരിച്ചിരുന്നത് താൻ പഴയ അങ്ങ് ദൂരെ SFI പ്രവർത്തകനായിരുന്നു പോലും. എല്ലാ കാലത്തും എൻ്റെ മനസ്സ് ഇടതുപക്ഷമായിരുന്നു എന്ന്. ഇടതുപക്ഷ മനസ്സേ അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. എന്നാൽ അതേ സ്ഥാനാർത്ഥി കോൺഗ്രസ് പരിപാടിയിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തായത്. ഇടതുപക്ഷ മനസ്സായിരുന്ന പുള്ളി എങ്ങനെയാണടേ കോൺഗ്രസ് പരിപാടിയിൽ എത്തിയത്? റസാക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഘാത പരിപാടിയിൽ എത്തിയത്? അത് അണ്ണന്മാർ ഉത്തരം പറയണം, പക്ഷെ പറയൂല, പ്രതീക്ഷിക്കരുത്. പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നൊന്നും ചോദിക്കരുത്. വിഷാരടി. ഇതിൽ യഥാർത്ഥ ഡമ്മി ആരാണ് എന്ന് അറിയാൻ ഇനി അധികം ദിവസമില്ല. ധർമ്മടത്ത് ഒരു ഉഗ്രൻ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ സാധിക്കാതെ, നിർത്തിക്കൊടുക്കാതെ ശ്രീമാൻ VD സതീശൻ ഒരു ഡീൽ അവിടെ വെച്ചിട്ടുണ്ട്. ധർമ്മടത്തും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ധർമ്മടത്ത് മാത്രമല്ല, മറ്റ് പലയിടത്തും ജയിക്കാൻ എന്ത് നാണം കെട്ട കളിക്കും തയ്യാർ. ചുരുക്കി പറഞ്ഞാ NDA ജയിക്കേ ചെയ്യരുത്. അതിന് LDFകാർ UDFന് വോട്ട് ചെയ്യും, UDFകാർ LDFനിട്ട് കൂത്തും. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒക്കെ എന്തിനും ഏതിനും ഒപ്പമുണ്ട്. അപ്പോൾ എങ്ങനെ? അങ്ങനെ.